ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ഒരു സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം, ജനുവരി 8 തീയതി കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ വർക്ക് സൂപ്രണ്ടൻ്റ് ഗ്രേഡ് 2വിൻ്റെ എക്സാം വരികയാണ്. അപ്പോൾ കുറച്ച് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണിത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് വരും വീഡിയോസിലൂടെ അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓവർസിയർ ഗ്രേഡ് 3യുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഒരുപാട് വീഡിയോസ് എന്തുണ്ട്, ഓവർസിയർ ഗ്രേഡ് 3 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. വളരെ ഇലാബറേറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ കൂട്ടത്തിൽ റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 ചോദിച്ചിട്ടുള്ള കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടി ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന അതേ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യും. നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യനും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ എൻലാർജിങ് ആൻഡ് റെഡ്യൂസിങ് ദ ഡ്രോയിങ്. സർവേയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു ഡ്രോയിങ് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അത് പാൻറ്റഗ്രാഫ് ആണ്. എന്താണ് ഈ പാൻറ്റഗ്രാഫ്? നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്നതാണ് എന്ത് പാൻറ്റഗ്രാഫ് എന്നുള്ള ഇൻസ്ട്രുമെന്റ്. അതിന് എന്തുണ്ട്, കുറച്ച് ആമുകളുണ്ട്. അതിന് 2 പോയിന്റുകൾ ഉണ്ടാവും. ആ 2 പിൻ പോയിന്റുകൾ ഉണ്ടാവും. അതിന്റെ ഒന്ന് റൈസിംഗ് പോയിന്റ് ആയിരിക്കും, മറ്റേത് പെൻസിൽ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്ലാനിനെ എൻലാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏത് പ്ലാനിനെയാണോ എൻലാർജ് ചെയ്യേണ്ടത് അത് ഈ പിൻ പോയിന്റിന്റെ അടിയിൽ വെക്കുകയും ഈ ഭാഗത്ത് പെൻസിൽ പോയിന്റ് വെക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്കെയില് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആമിൽ സെറ്റ് ചെയ്യാം. ആ ആമിൽ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നേരെ തിരിച്ചാണെങ്കിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പിൻ പോയിന്റ് വെക്കുകയും അല്ലെങ്കിൽ ട്രേസിംഗ് പോയിന്റ് വെക്കുകയും ഇവിടെ നമ്മൾ പെൻസിൽ പോയിന്റ് വെക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ എൻലാർജ് ആയിട്ടുള്ള ഫിഗേഴ്സിലൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേസ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന് ഫോം ചെയ്യും. സോ അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ പാൻറ്റഗ്രാഫ് എന്ന് പറയുക. ഇനി ഈ പാൻറ്റഗ്രാഫ് പോലെ തന്നെയുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് എഡിയോഗ്രാഫ് എന്നുള്ളത്. എഡിയോഗ്രാഫിന്റെ പ്രത്യേകത, എഡിയോഗ്രാഫിൽ ആകെ 3 ആമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എഡിയോഗ്രാഫ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാനിനെ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പാൻറ്റഗ്രാഫ് നമ്മൾ രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. എഡിയോഗ്രാഫ് നമ്മൾ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പാൻറ്റഗ്രാഫിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി പാൻറ്റഗ്രാഫ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുക. ഒന്ന് ക്ലിനോമീറ്റർ. നമുക്കറിയാം, ക്ലിനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്ലിനോമീറ്റർ. സ്ലോപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്ലിനോമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഒരു ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ, ഒരു റൈസിംഗ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഒരു ഫാളിംഗ് ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനോമീറ്റർ ഉപയോഗിക്കുക. ഇനി മറ്റൊന്ന് പ്ലാനിമീറ്റർ ആണ്. പ്ലാനിമീറ്റർ നമുക്കറിയാം, ഒരു ഡ്രോയിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാനിന്റെ, ഒരു സൈറ്റ് പ്ലാനിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്ലാനിമീറ്റർ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ബൗണ്ടറിയുടെ, ഇറഗുലർ ആയിട്ടുള്ള ഒരു പ്ലാനിന്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിന്റെ ഡ്രോയിങ്ങിന്റെ ബൗണ്ടറിയിലൂടെ നമ്മൾ ഇതിന്റെ പെൻസിൽ പോയിന്റ് അല്ലെങ്കിൽ ട്രേസിംഗ് പോയിന്റ് മൂവ് ചെയ്യിപ്പിക്കുകയും അതിൽ എന്ത് ചെയ്യും, അതിൽ ചില റീഡിങ്സ് കിട്ടും. ആ റീഡിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോട്ടൽ ഏരിയയുടെ അല്ലെങ്കിൽ ആ ടോട്ടൽ പ്ലാനിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് എന്ത്, പ്ലാനിമീറ്റർ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് 2 ഓഫ് ഇറ്റ്സ് സൈഡ്സ് ആർ പാരലൽ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 2 സൈഡുകൾ പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ട്രപ്പിസോയിഡ് ആണെങ്കിലും റോംബസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, അതിന്റെ സൈഡ്സിന് പ്രത്യേകത ഉണ്ട്. അതിന്റെ സൈഡുകൾ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും.
സോ ഇത് ഫിഗർ ആണ്, രണ്ട് സൈഡ് മാത്രം പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സൈഡുകൾ അൺഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പാരലൽ ആയിട്ടുള്ള സൈഡുകളുള്ള ആ ഫിഗറിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ നമുക്ക് രണ്ട് ആൻസറുകൾ ഉണ്ട് ഇതിന്. ഒന്ന് ട്രപ്പീസിയം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് ട്രപ്പിസോയിഡ് എന്ന് പറയാം. നമ്മൾ സാധാരണ ട്രപ്പീസിയവും അതേപോലെ തന്നെ ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞ രണ്ട് ടേമുകളും നമ്മൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ട്രപ്പീസിയം എന്നുള്ളത് 2 ഡയമെൻഷണലും ട്രപ്പിസോയിഡ് എന്നുള്ളത് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗർ ആണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ആക്ച്വലി ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. UK ടേംസിൽ ഉപയോഗിക്കുന്നത് ട്രപ്പീസിയം എന്നും US ടേംസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രപ്പിസോയിഡ് എന്നുമാണ്. രണ്ടിടത്തും അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ സ്വാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും എന്താണ്, ഒരേ ഫിഗറിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഒരു ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഈക്വൽ ആവണം എന്ന് നിർബന്ധമില്ല, അത് പാരലൽ ആയിരിക്കും. അതിന്റെ മറ്റ് രണ്ട് സൈഡുകൾ നോൺ പാരലൽ ആയിരിക്കും, അതായത് പാരലൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ട്രപ്പീസിയം എന്നും പറയാം, ട്രപ്പിസോയിഡ് എന്നും പറയാം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യന് രണ്ട് ആൻസർ ഓപ്ഷനിൽ വന്നുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാക്കുക, രണ്ട് സൈഡുകൾ പാരലൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്നും അല്ലെങ്കിൽ ട്രപ്പിസോയിഡ് എന്നും പറയുന്നത്. അതിന്റെ മറ്റ് രണ്ട് സൈഡുകൾ നോൺ പാരലൽ ആയിരിക്കും. ഇനി നമുക്ക് റോംബസ് എടുക്കാം. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. 4 സൈഡായിട്ടുള്ള ഒരു ഫിഗർ ആണ്, ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് ശരിക്കും റോംബസ് എന്നുള്ളത്. റോംബസിന്റെ പ്രത്യേകത അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പ് എന്താണ്, റോംബസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ഡയമണ്ട് ഷേപ്പ്. അപ്പോൾ എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആണ്, അതുപോലെ തന്നെ അതിന്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് റോംബസിന്റെ പ്രത്യേകത. ഇനി എന്താണ് റോംബോയിഡ് എന്നുള്ളത്? റോംബോയിഡും റോംബസും സെയിം അല്ല. റോംബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡുകളും പാരലൽ ആണ്, അതായത് ഓപ്പോസിറ്റ് സൈഡുകൾ എപ്പോഴും പാരലൽ ആയിരിക്കും. ഒരു റോംബസിനെ പോലെ തന്നെ റോംബോയിഡിന്റെയും ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. അതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗർ ആണ്. പക്ഷെ അതിന്റെ പ്രശ്നം അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡുകൾ ഈക്വൽ ആയിരിക്കില്ല എന്നുള്ളതാണ്. അഡ്ജസന്റ് സൈഡുകൾക്ക് എന്തുണ്ടാവും, ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഈ അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആയി വരുന്നതിന് നമുക്ക് റോംബസ് എന്ന് പറയാം. അപ്പൊ റോംബോയിഡ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കില്ല, പക്ഷെ ഓപ്പോസിറ്റ് സൈഡുകൾ എപ്പോഴും പാരലൽ ആയിരിക്കും. എന്നാൽ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കുകയും അതിന്റെ കൂടെ തന്നെ അതെല്ലാതും ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ഓഫ് ദ പോളിഗൺ ഹാവിംഗ് 6 ഈക്വൽ സൈഡ്സ്. 6 ഈക്വൽ സൈഡുകളുള്ള പോളിഗണെ നമ്മൾ എന്താണ് പറയുക? എന്താണ് പോളിഗൺ? പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ൽ കൂടുതൽ സൈഡുകളുള്ള അല്ലെങ്കിൽ 3ൽ കൂടുതൽ സൈഡുകളുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സൈഡുകൾ എത്രയായാലും നമ്മൾ അതിനെ പോളിഗൺ എന്നാണ് വിളിക്കുക. ഇനി 6 സൈഡുകളുള്ള പോളിഗണെ നമ്മൾ ഹെക്സഗൺ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഹെക്സഗൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പൊ 6 സൈഡ് ഉണ്ടെങ്കിൽ അതിനെ ഹെക്സഗൺ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 6 സൈഡുകൾ മാത്രമല്ല, 6 സൈഡും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയി വരുന്ന 6 സൈഡുകളും ഈക്വൽ ആയി വരുന്ന ഫിഗറിനെയാണ് റെഗുലർ ഹെക്സഗൺ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ 5 സൈഡ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ റെഗുലർ പെന്റഗൺ എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ഇറഗുലർ ഹെക്സഗണും ഇറഗുലർ പെന്റഗണും? ഇറഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡും എന്തായിരിക്കും, ഈക്വൽ അല്ലാത്തതാണ്, എന്നാൽ 6 സൈഡ്സ് ആണ് അതിന് ഉണ്ടാവുക. അങ്ങനത്തെ നമ്മൾ ഇറഗുലർ ഹെക്സഗൺ എന്നും അതേപോലെ തന്നെ 5 സൈഡ് വരുന്നതിന് ഇറഗുലർ പെന്റഗൺ എന്നും നമ്മൾ പറയും. ഇനി എന്താണ് ഹെക്സഗണിന്റെ പ്രത്യേകത? ഹെക്സഗണിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ അത് 120 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഏതൊരു ഫിഗറിന്റെയും ഇൻക്ലൂഡഡ് ആംഗിളിന്റെ സം എടുക്കാൻ 2n-4 × 90യും അതേപോലെ തന്നെ ഏതൊരു ക്ലോസ്ഡ് ഫിഗറിന്റെയും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എടുക്കാൻ വേണ്ടി 2n+4 × 90യും ചെയ്താൽ നമുക്കതിന്റെ ആൻസർ കിട്ടും. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10 ഡെക്കാമീറ്റർ ഇസ് ഈക്വൽ ടു 10 ഡെക്കാമീറ്റർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ ഡെക്കാമീറ്റർ, ഡെസിമീറ്റർ ഒക്കെ സാധാരണ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. നമ്മൾ എപ്പോഴും എന്താണ് മീറ്ററിന്റെ ടേംസിലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ ആണ്. അപ്പൊ ആ മീറ്ററിന്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡെക്കാമീറ്ററും ഡെസിമീറ്ററും കിലോമീറ്ററും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഒരു മീറ്റർ എന്ന് പറയുന്നതിന് നമ്മൾ മീറ്റർ എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പൊ അവിടെ നിന്ന് താഴത്തോട്ടും അവിടെ നിന്ന് മുകളിലോട്ടുമാണ് നമ്മൾ പഠിക്കേണ്ടത്.
ഇനി എല്ലാവർക്കും അറിയാം, ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന ഒരു സ്കെയിലിന്റെ ആദ്യത്തെ ഏറ്റവും ചെറിയ ഡിവിഷനാണ് എന്ത് ശരിക്കും ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു സെന്റിമീറ്റർ എന്നുള്ളത് കണക്കാക്കുമ്പോൾ ഒരു സെന്റിമീറ്ററിന്റെ 1/10 മാത്രമാണ് ഒരു മില്ലിമീറ്റർ എന്നുള്ളത്. അതായത് നമുക്ക് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1/10 എന്ന് പറയാം. അതായത് ഒരു സെന്റിമീറ്ററിന്റെ 1/10 മാത്രമേ എന്തുള്ളൂ, ഒരു മില്ലിമീറ്റർ ഉള്ളൂ. എന്നാൽ ഇതിനെ തന്നെ, ഈ ഒരു മില്ലിമീറ്ററിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/1000 ആണ് ചെയ്യുക. അതായത് ഒരു സെന്റിമീറ്ററിന്റെ 1/10 എങ്കിലും ഒരു മീറ്ററിന്റെ 1000-1 എന്ത് ഒരു മില്ലിമീറ്റർ എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ മീറ്ററിന്റെ ടേംസിൽ മില്ലിമീറ്ററിനെ പറയുമ്പോൾ 1/1000 എന്നാണ് പറയാം. 1/1000 എന്ന് പറഞ്ഞാൽ 0.001 മീറ്റർ എന്ന് പറയാം. അതായത് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 മീറ്റർ ആണ്. അതായത് 1/1000 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 0.001 എന്ന് കിട്ടിയത്. ഇനി അതിന്റെ മുകളിലുള്ള യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. മില്ലിമീറ്റർ കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. അവിടെ 1/1000 അല്ല 1/100 ആണ് ചെയ്യേണ്ടത്. അതായത് 0.01 ആണ്, 0.01 മീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ. ഇനി 1/1000 ചെയ്തപ്പോൾ മില്ലിമീറ്റർ കിട്ടി, 1/100 ചെയ്തപ്പോൾ നമുക്ക് സെന്റിമീറ്റർ കിട്ടി. ഇനി 1/10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/10 ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്നത് ഡെസിമീറ്റർ ആണ്. അപ്പൊ ഡെസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിന്റെ 1/10 നമ്മൾ ഡെസിമീറ്റർ എന്ന് പറയാം. ഒരു മീറ്ററിന്റെ 1/10 ഡെസിമീറ്റർ എന്ന് പറയാം. അതായത് 10 സെന്റിമീറ്റർ ആണ് ആക്ച്വലി എന്ത് ഒരു ഡെസിമീറ്റർ എന്ന് പറയുന്നത്. 10 സെന്റിമീറ്ററിനെയാണ് ഒരു ഡെസിമീറ്റർ എന്ന് പറയുന്നത്. അതായത് 1/10 ഓഫ് എ മീറ്റർ, 0.1. ഇനി അടുത്ത യൂണിറ്റ്, അതിന്റെ മുകളിൽ വരുന്ന യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ഈസ് 1 മീറ്റർ. ഓക്കെ. ഇനി അതിനെ എന്ത് ചെയ്യാണ്, ഇപ്പൊ നമ്മൾ ഒക്കെ ഡിവൈഡ് ചെയ്തു. മീറ്ററിന്റെ താഴത്തോട്ടുള്ളതിനൊക്കെ 1/10, 1/100, 1/1000 എന്ന് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഇനി മുകളിലോട്ട് പോകും തോറും, മീറ്ററിന്റെ മുകളിലോട്ട് പോകുമ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 × 10 ചെയ്യുമ്പോൾ 10 മീറ്ററിനെയാണ് എന്ത് പറയുന്നത്, ഡെക്കാമീറ്റർ എന്ന് പറയുന്നത്. 1 × 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ഹെക്ടോമീറ്റർ കിട്ടുന്നത്. 1 × 1000 ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിലോമീറ്റർ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് യൂണിറ്റ് വരുന്നത്. ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും ഹയറിലോട്ട് പോകുമ്പോൾ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ ആൻഡ് കിലോമീറ്റർ. അപ്പോൾ 1/1000, ഏറ്റവും താഴെയുള്ളത് 1/1000, പിന്നുള്ളത് 1/100, പിന്നുള്ളത് 1/10, പിന്നത് 1/1, പിന്നെ 1 × 10, 1 × 100, 1 × 1000. അങ്ങനെയാണ് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, കിലോമീറ്റർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഭാഗം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 10 ഡെക്കാമീറ്റർ ഈസ് ഈക്വൽ ടു എന്നാണ്. ഓപ്ഷനിൽ 1 കിലോമീറ്റർ ആണോ, 10 ഡെസിമീറ്റർ ആണോ, 10 സെന്റിമീറ്റർ ആണോ, 1 ഹെക്ടോമീറ്റർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം 10 ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞുള്ളതിൽ ഡെക്കാമീറ്റർ എന്താണ് എന്ന് ഓർക്കുക. ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഡെക്കാമീറ്റർ എന്നുള്ളത്. അപ്പോ 1 ഡെക്കാമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 10 മീറ്ററിനെ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 10 ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 10 മീറ്റേഴ്സ് എത്രയാണ് എന്നുള്ളതാണ്. 10 മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, 100 മീറ്റർ ആണ്. 10 × 10 ചെയ്യുമ്പോൾ 100 മീറ്റർ ആണ്. 100 മീറ്ററിനെ നമ്മൾ പറയുന്നത് ഹെക്ടോമീറ്റർ എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 10 ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹെക്ടോമീറ്റർ ആണ്. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ട വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കെയിൽ വിച്ച് റെപ്രസെന്റ് 3 യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഈസ് കോൾഡ് ആസ്. 3 യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എടുക്കുന്ന സ്കെയിൽ ഏതാണ് എന്നുള്ളതാണ്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം 2 യൂണിറ്റ് ഓഫ് മെഷർമെന്റ് മാത്രമുള്ള സ്കെയിലിനെയാണ് നമ്മൾ പ്ലെയിൻ സ്കെയിൽ എന്ന് പറയാം. 3 യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉള്ള സ്കെയിലിനെ നമ്മൾ ഡയഗണൽ സ്കെയിൽ എന്നാണ് പറയാറുള്ളത്. ഇനി എന്താണ് വെർനിയർ സ്കെയിൽ? ചെറിയ ഡിവിഷനെ, മെയിൻ സ്കെയിലിന്റെ ഒരു ചെറിയ ഡിവിഷനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് എന്ത്, വെർനിയർ സ്കെയിൽ എന്നുള്ളത്. വാട്ട് ഈസ് ഐസോമെട്രിക് സ്കെയിൽ? ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമെട്രിക് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഐസോമെട്രിക് സ്കെയിൽ എന്നുള്ളത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ഓഫ് ദ കോൺ ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റേഴ്സ്, ദ സെക്ഷൻ ഒബ്റ്റെയിൻഡ് ഈസ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോണിക് സെക്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യം നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ളതാണ്.
അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വെൻ ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ഓഫ് എ കോൺ. ഒരു കോൺ ഉണ്ട്, ആ കോണിന്റെ ആക്സിസിന് എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ ഉള്ളത്. അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് അതിനെ കട്ട് ചെയ്താൽ, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആ കോണിന്. ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദി ജനറേറ്റേഴ്സ്. എന്താണ് ഈ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു കോണിന്റെ ടോപ്പിൽ നിന്ന്, അപ്പെക്സിൽ നിന്ന് അതിന്റെ സൈഡുകളിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈനുകളെയാണ് ജനറേറ്റേഴ്സ് എന്ന് പറയാം. ശരിക്കും മനസ്സിലാക്കുക, ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സിൽ നിന്ന് അതിന്റെ താഴെ വരുന്ന ആ സർക്കുലർ സെക്ഷന്റെ സെന്ററിലേക്ക് പോകുന്ന ലൈനെയാണ് ആക്സിസ് എന്ന് പറയാം. എന്നാൽ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സർഫസിലൂടെ, ഒരു കോൺ എടുക്കുകയാണെങ്കിൽ ആ കോണിന്റെ സർഫസിലൂടെ വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയാ? ജനറേറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ അത് ഏതിനെ കണക്ട് ചെയ്യുന്നത്? അപ്പെക്സിനെയും അതേപോലെ തന്നെ അല്ലെങ്കിൽ താഴെയുള്ള സർക്കുലർ സെക്ഷനെ കണക്ട് ചെയ്യുന്ന ആ ലൈനുകളെയാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആക്സിസ് ഓഫ് ദ കോണിനെ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുകയും എന്നാൽ ഏതെങ്കിലും ഒരു ജനറേറ്ററിന് എന്താണ് പാരലൽ ആയിട്ടിരിക്കുകയും ചെയ്യുന്ന സെക്ഷനുകളെ നമ്മൾ എന്താണ് പറയാ എന്നുള്ളതാണ് ചോദ്യം. അതിനെ നമ്മൾ പരാബോള എന്നാണ് പറയാം. പരാബോള. അപ്പൊ നിങ്ങൾ ഫിഗറിൽ നോക്കൂ, ആ ഫിഗറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോണിക് സെക്ഷനിൽ പരാബോള എങ്ങനെ വരുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ ആക്സിസിന് പരാബോള എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ കോണിക് സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പാരാബോള എന്തായിരിക്കും? ഇവിടെ വരുന്ന ജനറേറ്ററുകൾക്ക് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. സോ അതാണ് എന്ത് ഇവിടെ പാരാബോള ആൻസർ വരാനുള്ള കാരണം. ഇനി വാട്ട് ഈസ് സർക്കിൾ? ഒരു സർക്കിൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ സർക്കിൾ ഫോം ചെയ്യും. ആൻഡ് അതെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ജനറേറ്ററുകളെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഇവിടെ എല്ലാ ജനറേറ്ററുകളെയും കട്ട് ചെയ്തിട്ടാണ് സർക്കിൾ പോകുന്നത്. ഇതേപോലെ തന്നെ എലിപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എലിപ്സ് എന്തല്ല? പെർപെൻഡിക്കുലർ അല്ല, മറിച്ച് ആ കട്ടിംഗ് പ്ലെയിൻ എന്നുള്ളത് ഇൻക്ലൈൻഡ് ആണ്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. ആൻഡ് ഇറ്റ് കട്ട് ഓൾ ദ ജനറേറ്റേഴ്സ്. എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എലിപ്സ് ഫോം ചെയ്യുള്ളൂ. എന്നാൽ പരാബോള എന്ന് പറയുന്നത് ആക്സിസിന് ഇൻക്ലൈൻഡ് ആണെങ്കിലും ഏതെങ്കിലും ചില ജനറേറ്ററുകൾക്ക് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? പരാബോള കട്ട് ചെയ്ത് പോകുന്നുണ്ടാവുക. ആൻഡ് വാട്ട് ഈസ് ഹൈപ്പർബോള? ഹൈപ്പർബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിന് പാരലൽ ആയിരിക്കും. ഹൈപ്പർബോളയുടെ പ്രത്യേകത അതാണ്, ആക്സിസിന് ഇൻക്ലൈൻഡ് അല്ല, ആക്സിസിന് പാരലൽ ആയിരിക്കും എന്ത്? ഹൈപ്പർബോള ഉണ്ടാവുക. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡാഷ് മോഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ഇൻക്രിമെന്റ്സ് ഫോർ കഴ്സർ മൂവ്മെന്റ് ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡില് കഴ്സറിന്റെ മൂവ്മെന്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡ് ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്നാപ്പ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയും. ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഫിഗറിന്റെയും ഏത് പോയിന്റ് ആണോ നമുക്ക് കൃത്യമായി സ്നാപ്പ് ചെയ്യേണ്ടത്, ആ സ്നാപ്പിംഗ് പോയിന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓസ്നാപ്പ് കമാൻഡ് ഉപയോഗിക്കുക. നമുക്ക് സാധാരണയായിട്ട് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റെക്ടാങ്കുലർ ഫിഗർ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ, റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ എൻഡ് പോയിന്റുകളെ നമുക്ക് സ്നാപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ കോർണർ പോയിന്റുകളെ സ്നാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്നാപ്പ് കമാൻഡ് ഉപയോഗിക്കും. സ്നാപ്പ് കമാൻഡ് നമ്മൾ സാധാരണ അതിനു വേണ്ടി മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട് സ്നാപ്പ് കമാൻഡിലുണ്ട്. ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാം, സെന്റർ കണ്ടുപിടിക്കാം. ഒരു സർക്കുലർ ഫിഗർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ സ്നാപ്പ് കമാൻഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ സ്നാപ്പ് എന്ന് പറഞ്ഞത് ഒരു കേഴ്സറിന്റെ മൂവ്മെന്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി, എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്നാപ്പ് കമാൻഡ് ഉപയോഗിക്കുന്നത്. സ്നാപ്പ് കമാൻഡിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഓർത്തോ. ഓർത്തോ എന്ന് പറഞ്ഞ കമാൻഡ് നമുക്കറിയാം. ഓർത്തോ കമാൻഡ് ഓൺ ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേഴ്സർ ഒരു പെക്യുലർ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടോ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഓർത്തോ കമാൻഡ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ മൂവ് ചെയ്യുള്ളൂ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനുകളെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓർത്തോ കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം. മറ്റ് ഡയമെൻഷനിൽ അല്ലെങ്കിൽ വേറെ ഒരു ഡയഗണൽ ആയിട്ടുള്ള ലൈനുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഓർത്തോ കമാൻഡ് ഓൺ ആക്കിയിട്ടുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. വാട്ട് ഈസ് എ ഗ്രിഡ് കമാൻഡ്? ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ആ ഏരിയനെ, നമ്മൾ ഡ്രോയിങ് ഏരിയനെ ഗ്രിഡുകളാക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാഫ് പേപ്പർ പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡ്രോയിങ്ങിനെ കാണാൻ പറ്റും ഗ്രിഡ് കമാൻഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് പോളാർ ട്രാക്കിംഗ്? പോളാർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഓർത്തോ കമാൻഡിൽ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള ലൈനുകളാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഓർത്തോയിൽ 90 ഡിഗ്രി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ലൈനുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നാൽ 90 ഡിഗ്രി അല്ലാത്ത മറ്റ് ആംഗിളുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? ലൈനുകൾ കൃത്യമായി സ്നാപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളാർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് 45 ഡിഗ്രിയിലോ 30 ഡിഗ്രിയിലോ 15 ഡിഗ്രിയിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഓരോ പോയിന്റുകളെയും എന്ത് ചെയ്യാൻ പറ്റും? സ്നാപ്പ് ചെയ്ത്
ഡ്രോയിങ് വരയ്ക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പോളാർ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ദ ബ്രിക്സ് ആർ ലെയ്ഡ് ആസ് ഹെഡേഴ്സ് ഓൺ ദ ഫേസസ് ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഫൂട്ടിംഗ് ഇൻ ഫൗണ്ടേഷൻ. നമ്മൾ നോക്കാം ഏത് ടൈപ്പ് ഓഫ് ബ്രിക്ക് ബോണ്ടിങ്ങിലാണ് ഹെഡറുകൾ ഫേസിൽ ഉണ്ടാവുക, ഫേസിങ്ങിൽ ഉണ്ടാവുക. ഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെയ്സണറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിനാണ് നമ്മൾ ഫേസിംഗ് എന്ന് പറയുക, അതിൻ്റെ ബാക്ക് പോർഷനെ നമ്മൾ ബാക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൽ നമുക്ക് ഹെഡേഴ്സ് കാണാൻ പറ്റുന്ന ബോണ്ട് ഏതാണ്? എല്ലാവർക്കും അറിയാം, അത് എന്താണ്? ഹെഡർ ബോണ്ടാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്നും ഹെറിംഗ് ബോണ്ട് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്താണ്? ഹെഡർ ബോണ്ടാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാണ്, ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഫൂട്ടിംഗ് ഇൻ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനിൽ അല്ലെങ്കിൽ ഫൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ബോണ്ട് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ്. ഫൂട്ടിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഹെഡർ ബോണ്ടുകൾ ഉപയോഗിക്കും. ഹെഡർ ബോണ്ടിലാണ് എന്തുള്ളത്? ഫേസിങ്ങിൽ ഹെഡേഴ്സ് വരുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം വേറെ ഏത് ബോണ്ട് എടുക്കുകയാണെങ്കിലും, ഫ്ലെമിഷ് ആണെങ്കിലും ഹെറിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും അതിലൊന്നും എന്തില്ല, ഫേസിങ്ങിൽ ഹെഡർ അല്ല വരുന്നത്. ഹെഡർ ബോണ്ടിൽ മാത്രമേ ഫേസിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഹെഡേഴ്സ് വരുന്നുള്ളൂ, കംപ്ലീറ്റ് ഹെഡറുകൾ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹെഡർ ബോണ്ടാണ്. ഇനി നമുക്കറിയാം ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സിൽ അൾട്ടർനേറ്റീവ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലെമിഷ് എന്ന് പറയുക. ഇതിന്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഓരോ കോഴ്സിലും ഹെഡറുകളും സ്ട്രക്ചറുകളും അൾട്ടർനേറ്റീവ് ആയിട്ട് വെച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്? കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ് ഫ്ലെമിഷ് ബോണ്ടിനേക്കാളും. പക്ഷേ ഫ്ലെമിഷ് ബോണ്ടിന് അപ്പിയറൻസ്, എസ്തെറ്റിക്കൽ അപ്പിയറൻസ് കൂടുതലുള്ള ബോണ്ട് ഫ്ലെമിഷ് ബോണ്ടാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഹെറിംഗ് ബോണ്ട് അല്ലെങ്കിൽ ഹെറിംഗ് ബോണ്ട് എന്ന് പറയും. റേക്കിംഗ് ബോണ്ടുകളിൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബ്രിക്ക് മേസൺറി ആണ് എന്ത്? ഹെറിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഹെറിംഗ് ബോണ്ട് പ്രത്യേകത അത് ഡയഗണൽ ആയിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ബ്രിക്കുകൾ വെക്കാറുള്ളത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാണ് ബ്രിക്കുകൾ വെക്കാറുള്ളത്. എന്നാൽ ഹെറിംഗ് ബോണ്ടിൽ നമ്മൾ ഡയഗണൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിക്കുകൾ വെക്കുക. 45 ഡിഗ്രിയിൽ ചെരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഹെറിംഗ് ബോണ്ടുകൾ വെക്കുക. അതിൽ ഹെറിംഗ് ബോണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കോഴ്സ് ഒരു ഡയറക്ഷനിലേക്കാണ് ചെരിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ അടുത്ത കോഴ്സിൽ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുക? ആ ബ്രിക്കുകൾ ചെരിച്ചു വെച്ചിട്ടുണ്ടാവുക. സോ അങ്ങനത്തെ ബോണ്ടുകളെ നമ്മൾ ഹെറിംഗ് ബോണ്ട് എന്ന് പറയും. വാട്ട് ഈസ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്? ഇംഗ്ലീഷ് ബോണ്ടിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കോഴ്സിൽ കംപ്ലീറ്റ് ഹെഡേഴ്സും അടുത്ത കോഴ്സിൽ കംപ്ലീറ്റ് സ്ട്രക്ചറും വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ് എന്ത്? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ബോണ്ടിന്റെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടുകൾ ഉപയോഗിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെർ ദ വാൾ ഈസ് ഫ്രീ അറ്റ് വൺ എൻഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എ ബട്ട്രസ് ഓർ എ ക്രോസ് വാൾ അറ്റ് ദി അതർ എൻഡ്, ദ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ വാൾ ഈസ്. ഒരു വാളിന്റെ ഒരെൻഡ് ഫ്രീയും മറ്റേ എൻഡിൽ ഒരു ക്രോസ് വാളോ അല്ലെങ്കിൽ ഒരു ബട്ട്രസോ ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വാളിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ IS കോഡ് 1905-1987 കോഡിന്റെ ക്ലോസ് 4.4 ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വാളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഏതൊരു വാൾ എടുക്കുമ്പോഴും ആ വാളിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ കോഡിന്റെ ക്ലോസിൽ പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു എൻഡ് ഫ്രീയും മറ്റേ എൻഡ് ബട്ട്രസോ അല്ലെങ്കിൽ ക്രോസ് വാൾ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും 2L ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്തില്ല? 2L എന്ന് പറഞ്ഞത് ഇല്ല. അപ്പൊ നമുക്ക് ആ ക്ലോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2L എന്ന് പറയുന്നത് എന്താണ്? വേറെ വാൾ ഈസ് ഫ്രീ അറ്റ് വൺ എൻഡ് ആൻഡ് സപ്പോർട്ടഡ് അറ്റ് ദി അതർ എൻഡ് ബൈ എ ക്രോസ് വാൾ അല്ലെങ്കിൽ പിയർ ഓർ ബട്ട്രസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് 2L ആണ് വരിക. പക്ഷെ ഓപ്ഷനിൽ അത് ഇല്ലാത്തത് കൊണ്ടും ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്ന 1.5L ആണ്. നമുക്ക് 1.5L എന്താണെന്നൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കാം. 1.5L ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു എൻഡ് ഫ്രീയും ആൻഡ് അതർ എൻഡിനെ കുറിച്ച് പറയുന്നത് അത് കണ്ടിന്യൂസ് ആണ് വിത്ത് എ ക്രോസ് വാൾ അറ്റ് ദി അതർ എൻഡ്. ക്രോസ് വാൾ ആണ് അല്ലെങ്കിൽ ബട്ട്രസ് ആണ്, പിയർ ആണ് മറ്റേ എൻഡിൽ, പക്ഷെ അതെന്താണ്? കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടിന്യൂസ് ആവുന്ന കേസുകൾക്കാണ് ആക്ച്വലി 1.5L ഇഫക്റ്റീവ് ലെങ്ത് വരുന്നത്. എന്നാൽ ഒരു എൻഡ് ഫ്രീയും മറ്റേ എൻഡ് ബട്ട്രസും ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രോസ് വാൾ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് 2L ആണ് വരിക. ഇഫക്റ്റീവ് ലെങ്ത് എന്താവും? ഡബിൾ ആണ് ചെയ്യുന്നത്. ശരിക്കും ആക്ച്വൽ ലെങ്ത്തിനേക്കാളും ഇഫക്റ്റീവ് ലെങ്ത് ഡബിൾ ചെയ്യാണ് ചെയ്യുക. ഇനി മറ്റു കണ്ടീഷൻ നോക്കുക. 0.8L വരുന്നത് എപ്പോഴാണ്? വേറെ വാൾ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഈസ് സപ്പോർട്ടഡ് ബൈ എ ക്രോസ് വാൾ
ആൻഡ് ദർ ഈസ് നോ ഓപ്പണിംഗ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് h/8 ഫ്രം ദ ഫേസ് ഓഫ് എ ക്രോസ് വാൾ. ഒരു ക്രോസ് വാള്, ഒരു വാള് കണ്ടിന്യൂസ് ആവുമ്പോൾ, അല്ലെങ്കിൽ ആ കണ്ടിന്യൂസ് ആവുകയും അതേപോലെ തന്നെ അത് ക്രോസ് വാൾ വെച്ച് സപ്പോർട്ട് ചെയ്യുകയും h/8 ക്രോസ് വാളിന്റെ ഫേസിൽ നിന്ന് h/8 ഡിസ്റ്റൻസിൽ ഓപ്പണിങ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത് 0.8 ഇഫക്റ്റീവ് ലെങ്ത് വരുന്നത്. ഇനി 0.9L വരുന്നത് എപ്പോഴാണ്? വേറെ വാൾ ഈസ് സപ്പോർട്ടഡ് ബൈ എ ക്രോസ് വാൾ അറ്റ് വൺ എൻഡ് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് എ ക്രോസ് വാൾ അറ്റ് ദി അതർ എൻഡ്. ഒരു എൻഡ് ക്രോസ് വാൾ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് കണ്ടിന്യൂസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് എ ക്രോസ് വാൾ. ഒരു ക്രോസ് വാൾ കൊണ്ട് അത് എന്താണ് കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ അവിടെ 0.9L ആണ് വരിക. 1L വരുന്നത് വേറെ വാൾ ഈസ് സപ്പോർട്ടഡ് അറ്റ് ഈച്ച് എൻഡ് ബൈ എ ക്രോസ് വാൾ. രണ്ട് എൻഡിലും എന്താണ് ക്രോസ് വാൾ വെച്ച് അല്ലെങ്കിൽ പിയർ വെച്ച് ബട്രസ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1L ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് കൊടുക്കുക, 1.5L. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡാഷ് സ്ലാബ് ട്രാൻസ്ഫേഴ്സ് ദ ലോഡ് ഡയറക്ട്ലി ടു ദ സപ്പോർട്ടിംഗ് കോളം. ഇതിൽ ഏത് സ്ലാബ് ആണ് ഡയറക്റ്റ് ആയിട്ട് കോളത്തിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഫ്ലാറ്റ് സ്ലാബ് ആണ്. നമുക്കറിയാം ഫ്ലാറ്റ് സ്ലാബ് എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്താണ്? മോണോലിത്തിക്കലി വിത്ത് ദ കോളമാണ് അല്ലേ? ഫ്ലാറ്റ് സ്ലാബ് കോളത്തിലോട്ട് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ലാബുകൾ കൊടുക്കുക. അതിന്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ബീം വെച്ചൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ സിംപ്ലി സപ്പോർട്ടഡ് കാൻലിവർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് കോളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ താഴെ ബീം കൊടുത്തിട്ടുണ്ടാവില്ല. ബീം കൊടുക്കാതെ നമ്മൾ കോളത്തിന്റെ മുകളിൽ നേരിട്ട് എന്ത് ചെയ്യാണ്? കാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ലാബുകളെയാണ് ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയാം. ഫ്ലാറ്റ് സ്ലാബ് പല രൂപത്തിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്ലാബിന്റെ താഴെ നേരെ എന്ത് ചെയ്യാണ്? കോളം കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം? ഫ്ലാറ്റ് സ്ലാബ് കൊടുക്കും. അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് എ ഡ്രോപ്പ് പാനൽ. ഇവിടെ ഒരു കോളത്തിന്റെ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഡ്രോപ്പ് പാനൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് എ കോളം ഹെഡ്. കോളത്തിന് ഹെഡ് പോലെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് എ ഡ്രോപ്പ് പാനൽ ആൻഡ് എ കോളം ഹെഡ്. കോളം ഹെഡും ഡ്രോപ്പ് പാനലും വെച്ചിട്ട് ഫ്ലാറ്റ് സ്ലാബ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്ലാബ് നേരിട്ട് എന്ത് ചെയ്യണം? കോളത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.